ഹൈ ഫ്ലോ ഹണി മാജിക് അവൻ പവേർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. പലഹാരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് രണ്ട് തരം പലഹാരങ്ങളുണ്ട്. രണ്ട് തരം എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതായത് നാടൻ പലഹാരങ്ങളുണ്ട്, നമ്മളുടെ പണ്ട് തൊട്ടേ നമ്മളുടെ വീടുകളിൽ തയ്യാറാക്കുന്ന മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കി തലമുറകൾ കൈമാറി വന്ന പലഹാരങ്ങൾ. പിന്നെന്താ പറയുക, ഇപ്പോഴത്തെ ആധുനികമായ കുറേ പലഹാരങ്ങൾ, അതെല്ലാം കൂടുതലും ബേക്ക് ചെയ്തെടുക്കുന്നത്, അങ്ങനത്തെ കുറേ പരിഷ്കൃതമായ കുറേ കാര്യങ്ങൾ. അത് ഒരു വിഭാഗം. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസിന് മാത്രമായിട്ട് കുറേ സ്വീറ്റ്സ് ഉണ്ട്, അതായത് നമ്മളുടെ ഇന്ത്യയുടെ ഈ സൗത്ത് ഭാഗത്ത് താമസിക്കുന്നവർക്ക്. നോർത്ത് ഇന്ത്യൻസിനോ അത് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ കാൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ ബംഗാളീസിന് അവരുടേതായ കുറേ ബംഗാളി സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ സ്വീറ്റ്സ് തന്നെ പല തരമാണ് നമുക്ക് ചുറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ബേക്കറികളിൽ വാങ്ങാനും കിട്ടും. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ തയ്യാറാക്കാൻ സാധിച്ചാൽ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതിലെ ഒരു പ്രധാന സ്വീറ്റാണ് ഇപ്പോൾ ബംഗാളി സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഗുലാബ് ജാം, പിന്നെ ഒന്ന് രസഗുള. അപ്പോൾ ഗുലാബ് ജാം തന്നെ നമ്മൾ മാജിക് അവനിലൂടെ വളരെ പണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗുലാബ് ജാം കാണിക്കുന്നു. പക്ഷെ അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. സാധാരണ ഒരു ഗുലാബ് ജാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടയിൽ പോയാലും ഗുലാബ് ജാം മിക്സ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതനുസരിച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അതല്ലാണ്ട് നമുക്ക് പാൽപ്പൊടിയും വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഗുലാബ് ജാം തയ്യാറാക്കാം. അതൊന്നും വേണ്ട, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഗുലാബ് ജാം. ഇത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഗുലാബ് ജാമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്വാദിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് നമ്മളുടെ ഒറിജിനൽ ഗുലാബ് ജാമിനെ പോലെ തന്നെ ഇരിക്കും, കാഴ്ചയിലും സ്വാദിലുമെല്ലാം. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പം. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ബ്രെഡ് ഗുലാബ് ജാം തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് സ്ലൈസസ് 6 എണ്ണം, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പാല് 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ, എണ്ണ അല്ലെങ്കിൽ നെയ്യ് 1 കപ്പ് വറുക്കാൻ ആവശ്യമായത്. ഇനി സിറപ്പിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 2 കപ്പ്, വെള്ളം 3 കപ്പ്, റോസ് വാട്ടർ 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഗുലാബ് ജാം തയ്യാറാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു 6 കഷ്ണം ബ്രെഡിലാണിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ സൈഡ് അരിക് വെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഈ സൈഡ്സുള്ള 4 ഭാഗത്തിൻ്റെയും അരികൊന്ന് കട്ട് ചെയ്ത് സാൻഡ്വിച്ചിനൊക്കെ ചെയ്യുന്ന പോലെ എടുക്കുക. ഇത് 6 സ്ലൈസ് ഉണ്ട്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു ബൗളിലേക്ക് ഇടാം. ചെറിയ ചെറിയ പീസസ് ആക്കാം. ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു ഗുലാബ് ജാം ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ ചെറിയ കുട്ടികളോട് വേണമെങ്കിൽ തയ്യാറാക്കിക്കോളൂ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക, അവർക്ക് ചെയ്യാമല്ലോ. ബ്രെഡ് ഇങ്ങനെ പീസസ് ആക്കൂ, പിന്നെ ഇത് ബോൾസായിട്ട് ഉരുട്ടുന്ന കാര്യം, അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ അമ്മമാർ ചെയ്യുമ്പോൾ കൂടെ നിർത്തി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്, എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഏതാണ്ടൊരു 6 ടേബിൾ സ്പൂണോളം പാല്, ഒരു 6 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് സമയം മതി. അത് കഴിഞ്ഞാൽ അത് കുതിർന്ന് വരും. അപ്പം നമുക്കതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ബ്രെഡ് കുതിരാനായിട്ടാണ് പാലൊഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത്ര പാല് പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് സത്യം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളുടെ മാവ് ഇവിടെ റെഡിയാണ്. മാവെന്ന് പറയുമ്പോൾ ഒരു ഡോ പോലെയായി. ബ്രെഡും പാലും കൂടി കുഴച്ചെടുത്തിരിക്കുന്നു. അതിനകത്ത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി കൈ ഒന്ന് ചെറുതായി നനച്ചിട്ട് നമുക്കിതിൽ നിന്നും ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകൾ ഉരുട്ടാം. വലിയ ബലം കൊടുത്ത് ഉരുട്ടണം എന്നില്ല, ഒരു ലൈറ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പ്. അതായത് ഒരു ചെറിയ നാരങ്ങയോ ഒരു വലിയ നെല്ലിക്കയുടെയോ വലിപ്പം എന്ന് പറയാം. അങ്ങനെ നമ്മൾ 12 ചെറിയ ഒരു വലിയ നെല്ലിക്ക, അതാണ് സൈസ്, അല്ലെങ്കിൽ ചെറിയ നാരങ്ങയുടെ സൈസിൽ
12 ഉരുളകൾ ഉരുട്ടി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. പക്ഷേ ചിലവ് കൂടുതലാണല്ലോ, വേണ്ട, നമുക്ക് എണ്ണയിൽ തന്നെ ആകാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഈ ഗുലാബ് ജാം ബോൾസ് അതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് ഒരു ഇടത്തരം ചൂടിൽ നല്ല ബ്രൗൺ കളറിൽ, ഗുലാബ് ജാമിനൊരു കളറുണ്ടല്ലോ, ആ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് മൂത്ത് ഇച്ചിരി പൊള്ളി വലുതായി വരും. അതാണ് നമ്മൾ ഒരു സൈഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ 12 ജാമുൻസും അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ആദ്യത്തെ ഒരു ചൂടൊന്ന് നന്നായിട്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇടത്തരം തീയിലേക്ക് മാറ്റാം. അപ്പോൾ ശരിക്കും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല ബ്രൗൺ ആയി വരും. കുറേശ്ശെ വലുതാകുന്നത് കാണാമല്ലോ അല്ലേ? വലുതായി തുടങ്ങുന്നുണ്ട്, സൈസ് വലുതാകുന്നുണ്ട്, പിന്നെ പുള്ളി വരും. ഇനി നമുക്ക് തീ ഒന്നല്പം കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഗുലാബ് ജാം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി റെഡിയായി വരുന്ന നല്ല ഷേപ്പിൽ വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടിയ വലിപ്പത്തിനെക്കാട്ടിലും സൈസ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ ഓക്കെയാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം എണ്ണ. എന്നിട്ട് ഇതേ അടുപ്പിൽ മറ്റൊരു പാത്രം വയ്ക്കാം. എന്നിട്ട് ഒരു ഷുഗർ സിറപ്പാണ് നമ്മളിനി തയ്യാറാക്കേണ്ടത്. അതിനെന്തൊക്കെയാണ് വേണ്ടേ? 2 കപ്പ് പഞ്ചസാരയും അളന്ന് വെച്ചതാണ്. അതിലേക്കൊരു 3 കപ്പ് വെള്ളം. ആദ്യം നമ്മൾ ഈ പഞ്ചസാര അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് അലിഞ്ഞ് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഗുലാബ് ജാമുൻ വറുത്ത് വെച്ചിരിക്കുന്ന പീസസ് എടുത്ത് അതിനകത്തേക്ക് ഇടും. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു, അതായത് കംപ്ലീറ്റ് അലിഞ്ഞ വെള്ളത്തിനോട് ചെന്നു. അപ്പോൾ ഇത് 2 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളം. ഇനി എന്താണ്? ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇതൊരു നല്ല മണം കിട്ടുന്ന കാര്യമാണ് ഏലക്കാപ്പൊടി ചേർത്ത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തിള വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ഗുലാബ് ജാം വറുത്തത് ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാം 12 എണ്ണവും നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ടു. അപ്പോൾ നല്ല വിസ്തൃതിയുള്ള പാത്രമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളമായിട്ട് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. ഗുലാബ് ജാം ആ സമയം കുറച്ചുകൂടി സോഫ്റ്റ് ആകും. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാം നല്ലതായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം റോസ് വാട്ടർ. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കൊഴുത്ത് കഴിഞ്ഞു. ഇത് നോക്കൂ, നല്ലൊരു കുറുകിയ പാകമായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഗുലാബ് ജാമിനെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ ബാക്കിയിരിക്കുന്ന ഷുഗർ സിറപ്പ്, അതിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറിക്കഴിഞ്ഞു. കുറുകിയ സിറപ്പാണ്. അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. അങ്ങനെ നമ്മളുടെ ബ്രെഡ് ഗുലാബ് ജാം വളരെ ഭംഗിയായിട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ നല്ലൊരു കുറുകിയ സിറപ്പോടുകൂടി അതിലിങ്ങനെ മുങ്ങി കിടക്കും. പഞ്ചസാരയുടെ ഷുഗർ സിറപ്പിൽ ഒരല്പ സമയം കിടന്ന് തിളയ്ക്കണം. ഒരുപാട് സമയം തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഒരു 5 മിനിറ്റ് കൂടുതൽ, ഒരു 7 മിനിറ്റോളം തിളപ്പിക്കണം. ഷുഗർ സിറപ്പ് നല്ല കുറുകിയ ഒരു ടെക്സ്ചറിലേക്ക് വരികയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു സ്വീറ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ ഐറ്റം ഒരു സ്നാക്കാണ്. ഇത് ഇച്ചിരി എരിവുള്ളൊരു സ്നാക്കാണ്.
ഇത് മുട്ട കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് പല സമയങ്ങളിലും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇതൊരു എഗ് റാപ്പ് അല്ലെങ്കിൽ മുട്ട റാപ്പാണ്. റാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനകത്ത് പൊതിഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ക്വയർ റാപ്പായിട്ട് നമ്മളൊരു മുട്ടയെ റെഡിയാക്കി എടുക്കുന്നു. അപ്പോൾ എഗ് റാപ്പാണ് നമ്മളുടെ അടുത്ത വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാപ്പിന് വേണ്ട ചേരുവകൾ: കോൺഫ്ലവർ 3/4 കപ്പ്, മൈദ മാവ് 3/4 കപ്പ്, വെള്ളം 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എഗ് മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: പുഴുങ്ങിയ മുട്ട 5 എണ്ണം, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ 2 ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: മുട്ടയുടെ വെള്ള 2 എണ്ണത്തിൻ്റേത്, റൊട്ടിപ്പൊടി 1 കപ്പ്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ എഗ് റാപ്പ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പുഴുങ്ങിയ മുട്ടയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മുട്ട ആദ്യമേ തന്നെ പുഴുങ്ങി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു എഗ് മസാല തയ്യാറാക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ഒരല്പം എണ്ണ, 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. അത് നമ്മൾ ആദ്യം വെളുത്തുള്ളി, അതോടൊപ്പം ഇഞ്ചി അരിഞ്ഞത്, പിന്നെന്താ പച്ചമുളക് 2 എണ്ണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് വാടി തുടങ്ങുമ്പോൾ, ഒന്ന് നിറം മാറാൻ തുടങ്ങണം. എല്ലാം വാടി. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് സവാള ചേർക്കാം. പിന്നെ സവാളയും നന്നായിട്ട് വാടി നിറം മാറാൻ തുടങ്ങണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരാൻ തുടങ്ങുന്ന ഒരു പാകം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെന്താ മുളക് പൊടി. ഇത് നമ്മളുടെ എരിവിനനുസരിച്ചിട്ടാണ്. 1 ടീസ്പൂൺ മുതൽ 1.5 വരെ ആകാം. അതോടൊപ്പം ഞാൻ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിൻ്റെ അളവ് നമുക്ക് തീരുമാനിക്കാം, എത്രത്തോളം വേണമെങ്കിലും ചേർക്കാം എരിവിനനുസരിച്ചിട്ട്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റുക. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പെട്ടെന്ന് തന്നെ മൂക്ക് നല്ല ചൂടായി കിടക്കുകയല്ലേ. ഇനി എന്താ ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി നല്ല മൂത്ത മണം വരുന്നുണ്ട് മസാലയുടെ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ 2 എണ്ണം. ഇനി ഇതിലേക്ക് ടൊമാറ്റോയും ചേർത്തല്ലോ. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ടൊമാറ്റോയും വേഗം. ഈ സവാളയൊക്കെ മൂത്ത് കിടക്കുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് ഇതിൻ്റെ കൂടെ ഒരു കുഴമ്പ് പാകത്തിനാകണം. അതിനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. 1 കപ്പോളം വെള്ളം. ഇനി പാകത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് മല്ലിയിലയാകാം. ഒരല്പം മല്ലിയില. കുഴഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർക്കും. 5 മുട്ട. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗത്തെ കുറുകി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ നല്ല ടൈറ്റായി അതിൻ്റെ ചാറെല്ലാം വറ്റി ഒരു റോസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞു. എഗ് മസാല റോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്?
റാപ്പിന് വേണ്ട റാപ്പ് തയ്യാറാക്കണം. റാപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൈദാ മാവ് 1/4 കപ്പ്, ഇത് അളന്ന് വെച്ചതാണ്. അതുപോലെ കോൺഫ്ലവർ, അതും ഒരു 1/4 കപ്പ്, ഈക്വൽ ക്വാണ്ടിറ്റി. മൈദയും കോൺഫ്ലവറും ഒരേ അളവ്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ച് അതൊന്ന് കലക്കിയെടുക്കണം. 1/4 കപ്പ് വെള്ളം കൈ കൊണ്ട് തന്നെ ഞാൻ കലക്കുകയാണ്. അപ്പോൾ നമ്മളുടെ റാപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാണ്. റാപ്പിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി. നോക്കൂ, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവ് ഇങ്ങനെ കലക്കിയെടുത്തു, ദോശ മാവ് പോലെ. പിന്നെ ഇവിടെ ഞാനൊരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ. ഇനി അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് റാപ്പിന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഒരു സൈഡ് പാകത്തിന് ഒന്ന് വാടിക്കഴിഞ്ഞ് വാട്ടിയെടുക്കുക പോലെയാണ്, ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചിടുന്നു. മറു സൈഡും പാകത്തിന് ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചെറിയ പാൻ കേക്ക്സ് പോലെ ഇങ്ങനെ തിൻ പാൻ കേക്ക്സാണ്. ഒരുപാട് കട്ടി കുറച്ചല്ല, അത്യാവശ്യം കട്ടി വേണം. ഒരുപാട് ഘനം കുറഞ്ഞാലും പ്രശ്നമാണ്. ആവശ്യത്തിന് ദോശ പോലെ ചുട്ടെടുത്ത് കണ്ടില്ലേ, ക്ലീനായിട്ട് ഇളകി. ഈ ബാറ്ററിൽ നിന്നും 5 കവറിംഗ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ എല്ലാ റാപ്സും 5 റാപ്പും ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി ഓരോ റാപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് എഗ് റാപ്പാക്കി മാറ്റാം. ഒരെണ്ണം എടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫുൾ എഗ്ഗും മുട്ടയും അതിൻ്റെ മസാല, കുറച്ച് മസാലയോട് കൂടി വയ്ക്കാം. അപ്പോൾ ഈ മുട്ട ഒരെണ്ണം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അതിനെ നമുക്കൊന്ന് 2ആയിട്ട് ഇങ്ങനെ മുറിക്കാം. ഇതിനകത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഇനി നമ്മൾ ഇതിനെ ഒരു റാപ്പ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടത്, നമ്മൾ കലക്കിയ മാവിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതിൽ ഇച്ചിരി മൈദയും കൂടി ചേർത്ത് ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടി വരും. ആദ്യം ഇങ്ങനെ, എന്നിട്ട് സൈഡ്സിൽ കുറച്ച് മൈദ പേസ്റ്റ് ഇങ്ങനെ തടവുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. എന്നിട്ട് ഈ സൈഡ്സും അതുപോലെ തന്നെ ഉള്ളിലേക്ക് വയ്ക്കും. ആവശ്യത്തിന് മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു സ്ക്വയർ പോക്കറ്റ് രൂപത്തിൽ മാറും. മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി രണ്ടാമത്തേത്. എല്ലാം തന്നെ ഇതുപോലെ ചെയ്യണം. രണ്ടാമത്തെ റാപ്പും റെഡി. അങ്ങനെ നമ്മളുടെ എഗ് റാപ്സ് എല്ലാം തന്നെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ റെഡി. ഇനി എന്താ, ഒരു കാര്യമുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇത് വറുത്ത് കോരുന്ന പലഹാരമാണ്, ഡീപ്പ് ഫ്രൈ ആണ്. എണ്ണ ചൂടാകട്ടെ. ആ സമയം കൊണ്ട് മുട്ടയുടെ വെള്ളയും റൊട്ടിപ്പൊടി. അപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 മുട്ടയുടെ വെള്ളം. ബ്രെഡ് ക്രംസ്, റൊട്ടിപ്പൊടി വേറൊരു പാത്രത്തിലും. എന്നിട്ട് നമ്മൾ ഓരോ റാപ്പായിട്ട് ഇങ്ങനെ എഗ് വൈറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് റൊട്ടിപ്പൊടിയിലൊന്ന് റോൾ ചെയ്യണം.
ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ഒരു സൈഡിലേക്ക് വെക്കാം. ഓരോന്നും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ റാപ്പെല്ലാം തന്നെ ഇവിടെ റെഡിയാണ്. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് വറുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ റാപ്പ് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് റെഡിയായി കഴിഞ്ഞ് നല്ല കരുകരുപ്പായിട്ട്. അങ്ങനെ നമ്മളുടെ എഗ് റാപ്സ് 5 ഞാനിവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു. നല്ല കരുകരുപ്പായിട്ട് നല്ല ക്രിസ്പിയാണ്. പുറം ചട്ടയെല്ലാം നല്ല കരുകരുപ്പാണ്. കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അകത്ത് നല്ല ഒരു മസാലയോട് കൂടിയ ഒരു ഫുൾ മുട്ട ഓരോന്നിനകത്തുമുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളം മതിയാകും. വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ട് കഴിച്ചാൽ പിന്നെ കൂടുതൽ കാര്യമൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.